സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളെ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ സാറുമാരൊക്കെ പറഞ്ഞതാണ്, നല്ല സാധനങ്ങൾ ചീഞ്ഞു കഴിഞ്ഞാലാണ് ഏറ്റവും വലിയ ദുർഗന്ധം ഉണ്ടാകുന്നത്. കാര്യം നമ്മൾ സ്കൂളിലെ ഒക്കെ മിക്കവാറും ഉഴപ്പന്മാരായിരിക്കും. അവരെ പറ്റിയൊന്നും സാറുമാർ വലിയ കെയർ ചെയ്യത്തില്ല. പക്ഷേ നല്ല കുട്ടികളുണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാറുമാർ അവരെ ഉപദേശിക്കുന്നതല്ല, അവരെ ശകാരിക്കും. കാര്യം നീയൊന്നും ഇങ്ങനെ ആകേണ്ടവനല്ല എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, അന്നേരം അവർ പറയുന്ന ഒരു ഉദാഹരണമാണ്, നല്ല സാധനങ്ങൾ ചീഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം അഴുക്കാവും. ഉദാഹരണത്തിന് പാലൊക്കെ നല്ല സാധനമാണ്, പക്ഷേ നമ്മൾ ഒരു ദിവസം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ അഴുക്കാവും. ഇപ്പോഴത്തെ പാലിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പണ്ടത്തെ പാലിൻ്റെ കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നല്ല സാധനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ തിരുവനന്തപുരം എം പിയും കോൺഗ്രസിൻ്റെ നേതാവുമായിട്ടുള്ള, എനിക്ക് തോന്നുന്നത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം. പുള്ളിക്കാരൻ ഈ ആൾ നല്ലവനാണ്, പക്ഷേ ചെയ്യാനായിട്ട് പുള്ളിക്കാരന് എളുപ്പം സാധിക്കും. അതിനുള്ള പ്രവൃത്തികളൊക്കെയാണ് പുള്ളി സ്വന്തം പാർട്ടി നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സ്വന്തം പാർട്ടിക്കാർ പറയുന്നത്. ഒന്നുകിൽ പുള്ളിക്കാരന് ഈ പാർട്ടിയോട് താല്പര്യമില്ലെങ്കിൽ പുള്ളിക്കാരൻ സ്വയം ഇത് ഒഴിഞ്ഞു വെച്ചിട്ട് പോകണം. കോൺഗ്രസ് പാർട്ടിയാണെങ്കിൽ പുള്ളി ആഗോള ഐക്യരാഷ്ട്രസഭയിൽ നിന്നൊക്കെ രാജിവെച്ച് വെളിവ് വന്നപ്പോഴത്തേനും തന്നെ പുള്ളിക്ക് ഭയങ്കര പ്രാധാന്യം കൊടുത്ത് തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് അദ്ദേഹം വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. ഇതൊക്കെ പുള്ളിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ തരം കിട്ടുമ്പോഴൊക്കെ കോൺഗ്രസിനെ അടിച്ചു താഴ്ത്തി കോൺഗ്രസിനെ കുഴപ്പങ്ങൾ പറയുന്നതുകൊണ്ട് നല്ല കാര്യമാണ്. കാര്യം വീഴ്ചകൾ പറഞ്ഞു കഴിഞ്ഞാലേ ഒരു നന്നാകത്തുള്ളൂ. പക്ഷെങ്കിൽ നേരെ എതിരുള്ള BJPയെ ഇത്രയും പുകഴ്ത്തി പറയുന്ന ഒരു ആളിനെ പോലും കാണാറില്ല. അപ്പോൾ അതിന് ഇന്ന് നമ്മുടെ ജിൻഡോ ജോൺ കോൺഗ്രസിൻ്റെ ഒരു വക്താവാണ്. ശശി തരൂരിൻ്റെ ഒന്നും ഏഴയലത്ത് നിൽക്കുന്ന ഒരു നേതാവൊന്നും അല്ല. പക്ഷെങ്കിൽ ജിൻഡോ ജോണിൻ്റെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, താഴെ തട്ടിലുള്ളവർ. ശശി തരൂരിനെക്കാട്ടിലൊക്കെ ജിൻഡോ ജോണിനോട് എല്ലാവർക്കും താല്പര്യമാണ്. അദ്ദേഹം ഇതൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നടക്കുന്നത്, ഇരുന്നിടത്ത് നിന്ന് തിന്നിടത്ത് നിന്ന് ജീവിക്കുന്നിടത്ത് നിന്ന് തന്നെ വിസർജിച്ച് പോകുന്ന ഒരു നല്ല കാര്യമല്ല എന്ന് തരൂർ ഓർക്കുന്നത് നല്ലതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ അഭിപ്രായം തന്നെ ഞാനും പറയുന്നു. ശശി തരൂർ ഒരിടത്ത് തുറച്ചു നിൽക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, പക്ഷെങ്കിൽ ഒരിടത്ത് തുറച്ചു നിൽക്കുക. ഓക്കെ, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്.